किक मार रहे हो इसको भी पता है എടാ ഞങ്ങൾക്ക് വീടും പരിസരവും നോക്കണം അവിടെ ഒന്നും ഇല്ല ഏട്ടാ If you have any relatives somewhere, I can take you to them. I can't let. फिर उसको तो कोई है भी नहीं पपी तभी इन्हें अपने साथ लाया था ना उस लड़की के साथ तब आई डॉग यहाँ കെന്നലും പട്ടിക്കച്ചവടമൊക്കെ പിന്നെ അവിടെ ആണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും കുര്യച്ചന്റെ വീടിരിക്കുന്നിടത്തോട് ഒരാളെ നമുക്ക് പരിചയപ്പെടാം എന്ന് വെച്ച് അയാളെ ശരിക്കും നമുക്ക് അറിയണമെന്നില്ലല്ലോ കിട്ടാത്ത ബ്രീഡിന്റെ ജാരസന്ധ ഒപ്പിച്ചെടുക്കും കാര്യം നടക്കാൻ ഓരോയിടത്തും ഓരോ മെത്തേഡ്സ് ഉണ്ട് ഇവർക്ക് മദ്രാസ് നേവൽ ബേസിൽ ഒരു കഴിഞ്ഞ 4 ആഴ്ചയായിട്ടും ആളെ അടിവാരത്തെ കാണാഞ്ഞപ്പോഴാ തിരക്കി ചെന്നത് अच्छा वही उसी की बात हो रही है अब बता रहे हैं उसको किसने मारा उस टाइगर किसी ने मार दिया था उसे भी मार दिया होगा फिर किसी ने वहाँ देखो वो घूम रहे हैं चील घूम रहे हैं वो तो डेड बॉडी पे ही वो करते हैं രണ്ടാം ദിവസം വൈകിട്ട് ക്ലിഫിന് अच्छा 13 അടി താഴ്ചയിൽ ലക്ഷണമൊന്നുമില്ല ജാർവേഷനാ പറഞ്ഞതാണ് अच्छा പോത്തം മരിച്ചപ്പോ ഫീഡ് ചെയ്യാൻ ആളില്ലാതായി കാണുമല്ലോ ഓ മരത്തിൽ കെട്ടിയതുകൊണ്ട് വേറെങ്ങും കുരിയച്ചന് ഇതിൽ റോൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ വർത്തമാനത്തിൽ അവർ തമ്മിൽ കൂടെ അത്രയും വശമുണ്ടെന്നല്ലേ നാട്ടിൽ പറച്ചില് അപ്പൊ നേരിട്ട് പോണമെന്നില്ലല്ലോ അതിപ്പോ ഓരോ കാര്യം വിശദീകരിക്കാൻ പറ്റാണ്ട് വരുമ്പോ പരിചയമില്ലാത്ത ആരെങ്കിലും അങ്ങോട്ട് കുന്നു കയറി പോകാന്ന് വെച്ചു ഓരോ നൂറടി ചെല്ലുമ്പോഴും അല്ലാതെ മുന്നോട്ട് പോയാൽ തീരുമെന്ന് ഉറപ്പുള്ളവർക്ക് പോകാം പക്ഷെ അടുത്ത 100 അടിക്ക് പിന്നെ നിപ്പുണ്ടാവും വേറെ अच्छा ഇങ്ങനെ കുറെ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം കുരിയച്ചന്റെ വീടെത്താൻ उसने सारे डॉग को ट्रेन किया होगा ना अपनी पहले से भी आता था उन्हें ना नहीं थे उन जो उनके वो थे उन डॉग्स के मम्मी पापा उन्हें तो सब कुछ आता था पहले से नहीं आता था നാട്ടിലോട്ടൊന്നും പോവാറില്ലേ ये आदमी हमसे बुलाते रहते थे हाँ इससे छुपता क्यों रहता है बता दे कौन हो गया जैसे पापा तो नहीं है പുല്ല് സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു കോന്നി കൊന്നത്താഴം ചെന്ന് കണ്ട് മകന്റെ വിശേഷം പറഞ്ഞേക്കാന്ന് വിചാരിച്ചു ഒന്ന് അന്വേഷിച്ച് അന്വേഷിച്ചെന്ന് വെച്ചാ 2 ദിവസം മുറി എടുത്തിരുന്ന് അന്വേഷിച്ചു ഇംഗ്ലീഷിലും മലയാളം എന്തുദ്ദേശം ഇവിടെ അങ്ങനെ ചുറ്റിത്തിരിയുന്നതിന്റെ ഉദ്ദേശം നിങ്ങളെ ചുറ്റി തരണം ഉദ്ദേശിച്ച് ഞാൻ ചോദിച്ചിരുന്നു ഈ ചോദിക്കാണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞതല്ലേ ആണല്ലോ എങ്കിൽ ആളെ 100 വിധ കാരണങ്ങളും ഉണ്ടാവും ഇവിടെ ഇപ്പൊ കോളടിക്കേണ്ട പോസ്റ്റ് ഒന്നാ അപ്പൊ നമ്മൾ ഇതിലൊരു ടീമാ അറിഞ്ഞതൊന്നും തൽക്കാലം ആരും सबके सब उसे मारना चाहते हैं पता नहीं क्या क्या उसने ऐसा പക്ഷെ ഇനി ചോദിക്കുമ്പോ ഒക്കെയല്ലെന്ന് പറയില്ല പറയില്ല കാര്യം വരുമ്പോ അത് ഓർത്താ മതി നടന്നോ अच्छा इसने अपने गांव का नाम भी झूठ बता रखा है हाँ ആ മോഹൻ പോത്തനെ നീ തന്നെ കാച്ചിയാണോടാ हो सकता है क्या पता इसने मारा हो नहीं जिस तरह से ये उस गांव का है नहीं जिस गांव का नाम बताता है ये
तो हो सकता है ये किसी मकसद से आर्क हो गया ना। क्या होता है खुद ही ढूंढ रहा हो उसे। नहीं ये तो वही था ना मोहन पोतन, अब दिखा रहे हैं। हाँ, उस दिन का बता रहे हैं। इसी ने मारा होगा शायद इसे ना। उसने शायद धक्का ही दिया उसको पीछे से। हो सकता है। അല്ലെങ്കിൽ നാളെ ഒരു മൊഴിയുണ്ട് താഴെ ഇരുന്നിട്ടെ. अच्छा वही उसने रूम लिया था और उस पर नजर रख रहा था वो। ये उसी दिन का है ना जिस दिन वो गए थे वहां से, तब ये भी गया था। ये आदमी इसलिए गया था ना ताकि मुझे बच्चा मिल जाए उस ब्रीड का। ആഴം കണ്ട തല കറങ്ങുന്ന ടൈപ്പ് ആണെങ്കിൽ ഇങ്ങോട്ട് പോരണ്ട കേട്ടോ. इसने देख लिया था उसे। ओ इसको पता था। ഒരു ട്രൈ ഞാൻ പ്രതീക്ഷിച്ചതാ. जैसे पता था। ഇരിക്കേ ഇരിക്കടോ. पता नहीं इसी ने मारा उसे या फिर क्या पता एक्सीडेंटली गिर गया। ഇത്രയും ചാൻസ് കിട്ടിയിട്ടും നീ ക്ഷമയോടെ മുന്നിൽ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് എന്നെ മാത്രം പോരാന്നാ. ഒരാളിലേക്ക് കൂടി എത്താനുണ്ടല്ലേ. क्या तो ये हो सकता है ये कुरियचन को ढूंढ रहा होगा ना ये भी। ഉള്ളത് കോയമ്പത്തൂരുകാരാ. നന്നായി. ഏത് കേസാടാ മോനെ ഇത്? ഞാനും കുരിയച്ചനും ഒരുമിച്ചുള്ള കാലം अच्छा वो दोनों को ही मारने आए हैं। പണ്ട് ചങ്കും മങ്കും ആയിരുന്ന ടൈമില് 4-5 കൊല്ലം ജയിലിൽ കിടക്കാനുള്ള വകുപ്പ് എനിക്ക് ഉണ്ടാക്കി अच्छा तभी से ये अलग अलग हुए। അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നമ്മളെ വിചാരിക്കും ചിന്തിച്ചെന്ന് തീരുമാനിച്ചൊക്കെ നമ്മളാകും. 8 കഴിയുമ്പോഴാ അറിയാം. ഒരു 10-20 കൊല്ലം മുമ്പാ ഇതുപോലെ ഒളിവിൽ പോവേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കുരിയച്ചൻ. എത്ര ചോദിച്ചിട്ട് ഒളിച്ച സ്ഥലം ഏതാന്ന് അങ്ങേര് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഒരിക്കൽ പറഞ്ഞേ വിടൂന്ന് വട്ടം പിടിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടി. കുടിക്കാൻ ഉള്ളിൽ തന്നെ 24 hours റണ്ണിങ് നീരുറവ. പുറത്ത് കാവലിനും കാട്ടിൽ നിന്ന് പഴം പറിച്ച് കൊണ്ടു കൊടുക്കാനും ട്രെയിനിങ് കൊടുത്ത നായ്ക്കള് ഇങ്ങനെ. പക്ഷെ ഇപ്പൊ ഇത്രയും കാലം അറിഞ്ഞപ്പോ അയാളാ പറഞ്ഞതിൽ വല്ല സത്യവും കാണുമെന്ന് തോന്നാൻ തുടങ്ങി. यही तो नहीं है वो जगह। ഇതിനൊരു കാലപരിധി ഉണ്ടല്ലോ. ആ പരിധിക്കപ്പുറം ഇവിടുത്തെ നായ്ക്കൾ അടുക്കുന്നില്ലെങ്കിൽ വഴി തെറ്റാണ്ട് പിടിച്ചു. है तो लेकिन वो वही गई है ना। शायद वही कहीं हो। इसने तो मारा नहीं इसे, फिर किसने मारा हुआ? उस तक कुरियचन नहीं मारा हुआ फिर नहीं। നടുക്ക് പട്ടാള മേധാവിയെ പോലെ അങ്ങേരും കഞ്ചാവ് മൂത്ത് കഴിയുമ്പോഴുള്ള കുയ്യച്ചന്റെ ഡ്രീമാ. ലക്ഷണം കണ്ടിട്ട് അയാളെ ഏതാണ്ട്. പിന്നെ അങ്ങോട്ട് കർണാടക ആൾ താമസമൊന്നുമില്ല. മാത്രല്ല ഏത് മലയുടെ ഏത് മൂലാന്ന് अच्छा उसे फेंक दिया। ചെന്ന് പോക്കാൻ നമുക്കാവില്ല. നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് നായ്ക്കൾ അച്ചായന് വിവരം കൊടുക്കും. അയാള് വീണ്ടും വിളിക്കും. നമ്മള് തമ്മിലുള്ളത് അത് കഴിഞ്ഞിട്ടാവുന്നല്ലേ നല്ലത്. क्या बाकी डॉग्स तो नहीं आने वाले वहाँ। क्या क्या कर रहे गन लेके चले गए तो। देखने जा रहा शायद। वो तो रे डॉग पीछे से आ डॉग रहे हैं। आगे पीछे से। ओ इन्होंने दिया शायद उसे धक्का। क्योंकि ट्रेन डॉग है ना वो। ओ ओ ओ किक मार रहे हो।
गॉड उन्होंने धक्का दिया उसे. पहले मुझे लग रहा था इसने मारा है उसे. वो आदमी देख भी नीचे रहा था. डॉग पीछे से आ रहे हैं. हाँ. सबके सब कुरेचन के वेट कर रहे हैं. उसी को ढूंढ रहे हैं. ഇതന്നെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ഈ പിയൂസിനെ പറ്റി പാപ്പച്ചൻ എന്താ തോന്നി? എന്ത് ഉണ്ണി ഏർപ്പാടാക്കിയ പിയൂസിന്റെ വീട്ട് അഡ്രസ്സിലേക്ക്. ആ പിയൂസ് പക്ഷേ നമ്മുടെ പിയൂസ് അല്ല. ഒറിജിനൽ പിയൂസിനും ഉണ്ണിക്കും മാസാമാസം കമ്മീഷൻ കൊടുത്തിട്ടാ. इनको पता चल गया. കഥ സിനിമയാക്കിയ പ്രൊഡ്യൂസർമാരെ ചെന്ന് കണ്ട് ലൈഫ് റൈറ്റ്സും പ്രോഫിറ്റ് ഷെയറും ചോദിച്ച മുതല കേട്ടത് വെച്ച് നമ്മുടെ ഈ ഭക്ഷണം അയാളുമായിട്ടാ. इसको भी तो नहीं कहीं पता. पता नहीं क्यों है ये लड़का नहीं है. चाहता क्या है ये? लगता है ऐसे रह कि उसी को ढूंढ रहा होगा ये. ढूंढ तो उसी को रहा हो कुरियाचन. उसको गिरा क्यों रही हो दूध को? अच्छा पहले चीट चेक को कर रही है. अच्छा हाँ. चेक कर रही है. जहर तुम डाला. हाँ. इसको भी पता है शायद. മുമ്പിനും പാറ്റയ്ക്കും കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാ തള്ള കുടിക്കുന്നത്. ഇപ്പൊ മാറ്റാൻ इसको भी पता है. എടാ ഞങ്ങൾക്ക് ആ വീടും പരിസരവും നോക്കണം. അവിടെ ഒന്നും ഒന്നും ഇല്ല ഏട്ടാ. പയ്യന്റെ ലുക്ക് പറഞ്ഞു കേട്ടിട്ട് പിയൂസുമായിട്ട് സാമ്യമുണ്ട്. അവനെന്നാ റൂം വെക്കേറ്റ് ചെയ്തു. इनको पता चल പോത്തിനെ गया. കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയ ദിവസം തന്നെ 73, 71 ആ ഉടുപ്പി ലോറിയോ ഇപ്പൊ ചർച്ച പറഞ്ഞേ. അതന്നെ ഉഗ്രണ്ടാര ലോറി. ആ. അതില് ക്ലീനർ പയ്യൻ ഓർമ്മയില്ലേ? ചെമ്പം മുടിയൊക്കെ അടി ചീനു എന്ന് പറയുമ്പോ കേരളമായി. ഇത് 10-30 കൊല്ലം മുമ്പാ. പെമ്പേർ റിസർവിൽ ഇപ്പോഴാ ഭാഗത്ത് ആളൊന്നുമില്ല. ഒരുപാട് അപ്പുറത്തുള്ള മലയിരുന്നോണ്ട് ഈ കുന്നിലെ പട്ടികളെ നിയന്ത്രിക്കാൻ കുര്യച്ചൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് കൊക്കമലയ്ക്ക് അപ്പുറമുള്ളതൊക്കെ വിട്ടേക്കാം. എന്നാ പിന്നെ നിങ്ങളിവിടെ ഉണ്ടെന്നുള്ള സൂചന ഒഴിവാക്കുന്നത് തന്നെയല്ല. നമ്മളതിനിവിടെ ഇല്ല സുമ പറഞ്ഞാലും കാര്യമുണ്ട്. എങ്കിലും പൊന്തയോട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കടത്തിവിടാൻ സമ്മതിക്കത്തില്ല. ആ അതിനുള്ള ആളിവിടെ ഉണ്ടല്ലോ, ചോദിച്ചാൽ മതി. ഇല്ല ഏട്ടാ. अच्छा यही था वो. മനസ്സിലായി. അപ്പൊ ഞാനായിരുന്നു. ഇപ്പൊ സമ്മതിച്ചില്ലേ? അപ്പൊ മനസ്സിലായി. वो चेक कर रहा था बस. यही था वो. अच्छा मुझे लगा वो था कुरेचन ही था वो. हाँ. ഈ പ്രായത്തിൽ എന്നാ പരിപാടി? എന്നാ പരിപാടി? അല്ല ഇവിടെ അടുത്തൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഓർത്തപ്പോ കൂട്ടത്തിലങ്ങ് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചു. അതന്നെ 12. हाँ ये भेज नहीं है किसी को लेटर भेजता ही. और उसे बता दिया. നിപ്പ് നീളുവാണെങ്കിൽ കുറച്ച് മാസം ഇടവിട്ട് പോസ്റ്റ് ചെയ്യാം. ഈ ലാസ്റ്റ് പോയ പോക്കൽ എഴുതി ഏൽപ്പിച്ചാണോ ഇത്രയും? അല്ല, കുറെ മുമ്പേ തൊട്ടുള്ളതുണ്ട്. अच्छा अच्छा ये उसकी चिट्ठियाँ वो करता है, पोस्ट करता है. എവിടെ ഉണ്ടായത്? എനിക്കറിയില്ല.
Oh. My God. അപ്പടി കുളിച്ചല്ലോ അപ്പൂട്ടി. ഒന്ന് വരട്ടെന്ന് छह साल पहले का बता रहा പയ്യനെ हूँ കൊത്തുന്നു ഞാൻ വിചാരിച്ചു. ये हो എന്നാലും ഇത്തിരി തണുപ്പിച്ചു കൊടുക്കാനുണ്ടാവുന്നില്ല. കേസ് ഇപ്പൊ പിന്നെ അത് മാത്രമല്ല, ഒത്തുകിട്ടിയ പണിയാൻ നിൽക്കുന്ന കുറേ ഉണ്ട് സുഹൃത്തുക്കള് തന്നെ. ആ അത് പറഞ്ഞപ്പോഴാ. തിരുവല്ലയ്ക്ക് പോകാനാണോ? അല്ലല്ല, അവിടെയൊക്കെ അറിയണോ നടത്തിയില്ല. പോലീസോ അതോ മറ്റേ പാർട്ടിയോ? സ്ഥലം എവിടെയാണെന്ന് അറിയാം. ഇല്ല, കുര്യച്ചൻ പറഞ്ഞിട്ടില്ല. ആ അറിയണ്ട, ശ്വാസക്കുറവുണ്ടായിട്ടില്ല. പറഞ്ഞില്ല. പിന്നീട് നമ്മി കണ്ടിട്ടില്ല. എന്നാണോ പേര്? उसने बताया किसी को ഇടയ്ക്കിടയ്ക്ക് പയ്യൻ കയ്യെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അടുത്ത കൈയാണെന്ന് മാത്രം അറിയാം. कौन आया अब ये दोनों ही है सीधे वहां पहुंचिए. ऐसे चले गए. ये यहाँ से नीचे जाएंगे अब. यहाँ से जा रहे हैं. वहां से उतर रहे नीचे. ओह कितना डेंजरस है वहां से. ओ അമ്മയ്ക്ക് ഈ മോഹൻ പോത്തിനെ പരിചയമുണ്ടോ? ഇവിടെ വരാറുണ്ടോ? ഒരിക്കൽ വന്നിട്ടുണ്ട്. എപ്പോ? ഈ കാര്യം പോലീസുകാര് ആ സമയത്ത് കുറേ ചോദിച്ചതാ, ഞാൻ കണ്ടിട്ടില്ല. ഈ കുര്യച്ചൻ തന്നെ എന്തെല്ലാം സർക്കസ് കാണിച്ചേക്കുന്നു. പോത്തനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നാണല്ലോ കേട്ടത്. എന്താ അവര് തമ്മിൽ ഇത്രയ്ക്കൊരു കണക്ഷൻ ഇല്ലല്ലാണ്ടായി? എന്തു പറ്റിയതാന്ന്? എന്തോ ഒരു പോലീസ് കേസാണെന്ന്. എന്ന് വെച്ചാ കുര്യച്ചൻ പോത്തനെ ചതിച്ചിട്ടുണ്ടാവുന്ന ചേട്ടത് കരുതുന്നുണ്ട്. ജയിലിൽ പോയത് മോഹൻ പോത്തന എന്ന് വെച്ച് ഞാനിങ്ങനെ ഞാൻ പേഴ്സണലായിട്ട് കുര്യച്ചനെ ചെന്നിട്ടൊന്നുമില്ല. അതിലേക്കല്ലേ ഈ വരുന്നത്. സാറിന് മുമ്പ് വന്ന പോലീസുകാര് ഇതും പണ്ട് കുറേ ചോദിച്ചിട്ടുള്ളതാ. है मतलब उसकी मौत हुई क्या? वो भी गई वो. हालत खराब हुई उनकी. എൻ്റെ കയറുണ്ട്. വന്നാലും നീ കൂടെ ഉണ്ടല്ലോ. അത് പറയും പോലെ എന്നടാ പീയൂസേ, പട്ടികൾക്ക് നിന്നോട് മാത്രം ഒരു അതാ പറഞ്ഞ നിലം തൊടിച്ചിട്ടില്ല. ശ്വാസം മുട്ടായിട്ട് 2 ദിവസമായിട്ട് ആശുപത്രിയിലാണ്. മാറി ഷിഫ്റ്റ് ആയിട്ട് വന്നിട്ട് ജോലി. എന്നാണല്ലേ 2 ദിവസം വരെ എന്നെ മരത്തിന്റെ മുകളിൽ ഇരുത്തിയപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി. എന്നിട്ട് എങ്ങനെയാ ലാസ്റ്റ് ഭൂമിയിൽ ഇറങ്ങിയ? 2 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടത്തി വന്നു. ഒക്കെ കെട്ടിയോളോട് പറഞ്ഞിട്ടാണോ എല്ലായിടത്തോട്ടും പോവാറ്? പറഞ്ഞാൽ തന്നെ നേരായിരിക്കണം എന്നുണ്ടോ? വരുത്തിയത് കുര്യച്ചൻ തന്നെയാണെന്ന് കേട്ടു. സകല തിണ്ണത്തരത്തിനും കൂട്ട് നിന്നിട്ട് ലാസ്റ്റ് എനിക്കിട്ട് തന്നെ പണിതല്ലേ.
ഇവിടെ ഇല്ല. ഒറ്റയ്ക്ക് അങ്ങനെ ഞാൻ അകത്ത് പോകില്ല. सही में किसी को नहीं होगा पता क्या? पता ही नहीं किसी को. മലേഷ്യ എന്ന് വേറെ ആര് ചെയ്താലും നിങ്ങൾ കാട്ടിക്കൊടുക്കില്ലെന്ന വിശ്വാസം കാണും. कुत्तों ने घेर लिया.